ഹലോ കൂട്ടുകാരെ, നമ്മൾ ഈ കാണുന്നത് നല്ല അടിപൊളി ഒരു ഫിഷ് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് അടിപൊളി ടേസ്റ്റാണ്. ഇത് ഓയിലാണ്, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. ഇത് ഗ്രിൽഡ് ചെയ്ത ഫിഷാണ്. നമ്മൾ ഗ്രിൽഡ് ചിക്കൻ എന്ന് കേട്ടില്ലേ, അതുപോലെ തന്നെ ഗ്രിൽഡ് ഫിഷാണിത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 2 കണ്ണനയിലയാണ്. ഇവിടേക്ക് ഇതിനെ കണ്ണനയില എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഇവിടേക്ക് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മളതാണ്ടേ അത് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മസാലപ്പൊടി, പിന്നെ ഏതാണ്ട് എൻ്റെ കറിയുടെ ഹൈലൈറ്റ് ഇതാണ് ഇഞ്ചി, കുരുമുളക്, അതും പച്ചക്കുരുമുളകാണ്, കൊച്ചുള്ളി, കറിവേപ്പില കുറച്ച് വാടിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കൊച്ചുള്ളി, ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും കുരുമുളകും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത്, ഫുള്ളായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞിട്ടില്ല, എന്നാൽ ഒരുപാട് തരിതരിയും ഇല്ലാത്ത രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ലേശം ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതാണ് നമുക്ക് ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ടുള്ള മസാലക്കൂട്ട്. ഈ മസാലക്കൂട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പം മറന്നു പോകാതിരിക്കുക. പച്ചക്കുരുമുളക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. പച്ചക്കുരുമുളക് ഇല്ലാത്തവർക്ക് ഉണക്ക കുരുമുളക് യൂസ് ചെയ്യാം. അപ്പം പച്ചക്കുരുമുളക്, ചുമന്നുള്ളി, ഇഞ്ചി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ലേശം മസാല, ഇത്രയും മതി ഗ്രിൽഡ് ഫിഷ് തയ്യാറാക്കാനുള്ള മസാല ഉണ്ടാക്കാൻ. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം എന്താണ്ട് നമ്മൾ വെട്ടി വൃത്തിയാക്കിയ മീനെടുത്ത് വാഴയിലക്കകത്ത് വെച്ചിട്ടുണ്ട്. ഈ വാഴയിലയിലാണ് ഇത് പൊതിഞ്ഞ് കെട്ടി വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വെച്ച് നമുക്കിതിനകത്ത് നന്നായിട്ട് ആ അരപ്പ് തേച്ച് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എനിക്ക് ഇവിടെ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കൈ മാത്രമേ എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. അത് കഴിഞ്ഞ് ഇത് കുറച്ച് സമയം നമ്മളൊന്ന് അടച്ച് വെച്ചിരുന്നാലും നല്ലതാണ്. ഈ അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കും കേട്ടോ. റെസ്റ്റ് ചെയ്യാനായിട്ട് ഈ അരപ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം മീൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ അല്ലെ ഒരു 1/4 മണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ഇലയിൽ നിന്ന് മാറ്റി മറ്റൊരു ഇലയിലേക്ക് വെക്കാം. ഞാൻ ഓർക്കാണ്ട് ഒന്നിച്ച് പൊതിയാനുള്ള ശ്രമത്തിലായിരുന്നു. എങ്കിലും ഒരെണ്ണം മാറ്റി ഒരെണ്ണം ഈ ഇലയിൽ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടിവെക്കാം. ഇല കുറച്ച് തോനെ ഉപയോഗിക്കണം കേട്ടോ. കാരണം ഗ്രിൽഡ് ചെയ്യുമ്പോൾ ഇല കത്തിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചധികം കട്ടിക്ക് ഇല വെച്ച് നമുക്ക് നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് കെട്ടിയെടുക്കാം. അപ്പം ഞാൻ കുറച്ചധികം ഇലയെടുത്ത് നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ തീയുടെ ചൂടടിച്ചിട്ട് ഈ ഇല കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം ഇലയിൽ നല്ല കട്ടിക്ക് പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഗ്രിൽഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ നമ്മുടെ ഗ്രില്ലെടുത്ത് അടുപ്പത്തോട്ട് വെക്കാം. അടുപ്പിൽ നല്ല തീയുണ്ട്. അതിനുശേഷം നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് എടുത്തതാണ്ട് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. കൈകൊള്ളാതെ നോക്കിക്കോണം, കാരണം ഗ്രില്ലിൽ കൂടെ നല്ല തീ അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് 2 എണ്ണം ആ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അതവിടെ ഇരുന്ന് തീ എരിയട്ടെ. ഇല നല്ല പച്ച ഇല കട്ടിക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് കത്തിയൊന്നും പോവില്ല കേട്ടോ. അപ്പം അത് നല്ല വൃത്തിയായിട്ട് ഇല വാടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മണമൊക്കെ നമ്മുടെ മൂക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഗ്രിൽഡ് ഫിഷിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മറിച്ച് വയ്ക്കാം. ഫോണും ഇത് മറിച്ച് വയ്ക്കുന്നത് എല്ലാം കൂടി ഒരു ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് മറിച്ച് വയ്ക്കുന്ന വീഡിയോ ഞാൻ എടുക്കാഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ മറിച്ച് വെച്ചേക്കാണ്. മറു സൈഡും കൂടെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പം കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേന് ഇതിൻ്റെ മറുവശവും കൂടെ നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ ഈ സൈഡ് നന്നായിട്ട് വെന്ത് വന്നതുകൊണ്ടാണ് നമ്മളതിനെ തിരിച്ച് മറു സൈഡ് വെച്ചേക്കാണ്. അപ്പോൾ അതും കൂടെ വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം.
അപ്പം കൂട്ടുകാരെ ഇതാണ്ട് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ഗ്രിൽഡ് ചിക്കൻ്റെ 2 ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഇലയൊക്കെ കരിഞ്ഞു പോയോ പുല്ല്? ഇല്ലില്ല കേട്ടോ, ഇലയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. മേളിലത്തെ കുറച്ച് ഇല മാത്രമേ കരിഞ്ഞു പോയിട്ടുള്ളൂ. ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്ന കാരണമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ താമസം. എങ്കിലും നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം. എന്താണോ ഒരു മണം. ചൂട് കാരണം തൊടാനും പറ്റുന്നില്ലല്ലോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ. കരിവാലിന് മണം കിട്ടിയപ്പോഴേ അവൻ അടിപൊളി അമ്മേ സെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തോ സാധനം നല്ലതുണ്ടാക്കിയാലും അവൻ അപ്പോഴേ മണത്ത് നോക്കിയിട്ട് കൊള്ളാവുന്നുണ്ടെങ്കിൽ അവൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അവൻ്റെ അഭിപ്രായം വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി മണമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്, വെറൈറ്റി ഐറ്റമാണ്. അപ്പം നിങ്ങളിത് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ഫിഷാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമൻ്റ് അടിച്ചോളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.